ഷാവു പ്രസാദ്, ഇവിടെ നമുക്ക് അന്നം തരുന്ന രാഷ്ട്രങ്ങൾ ഒരുപാടുണ്ട്. ഈ പറയുന്ന മേഖല മുഴുവൻ അന്നം തരുന്ന രാഷ്ട്രങ്ങളാണ്. ഏകദേശം 1 കോടിയോളം ഇന്ത്യക്കാർ പല രാജ്യങ്ങളിലായി എല്ലായിടത്തുമുണ്ട്. നമുക്ക് അവരോട് കടപ്പാടുണ്ട്. ആ മേഖലയിൽ ശരി, ഇപ്പോൾ അമേരിക്കയുടെ എയർബേസ് ആണെന്ന് പറയുമ്പോൾ പോലും അവിടെ അസമാധാനവും അസ്വസ്ഥതയും ഇല്ല എന്നാര് പറഞ്ഞാലും അങ്ങനെയല്ല. അസ്വസ്ഥതയുണ്ട്, അസമാധാനമുണ്ട്. ഏത് രീതിയിൽ ഈ യുദ്ധത്തിൻ്റെ ഒരു വേ ഔട്ട് എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് സമാധാന പ്രേമികൾ? ഷാവു പ്രസാദ്. ഇപ്പം ഇവിടെ മോഹൻപിള്ള സാർ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ച് ചരിത്രത്തിൽ ഈ സാമ്പ്രദായിക യുദ്ധങ്ങളിൽ കരയുദ്ധമാണ് ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവുന്നത്. അവസാനം യുദ്ധം ജയിക്കുന്നത് ആർമി തന്നെയാണ്. ഇറാഖിലും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക അവിടെ ഒരു കരയുദ്ധത്തിന് സാധ്യതയില്ല. കാര്യം ഒരു കരയുദ്ധം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു വൻ ട്രൂപ്പിനെ അവിടെ അമേരിക്കയുടെ മെയിൻലാൻഡിൽ നിന്ന് അവിടെ എത്തിക്കണം. അതിനൊക്കെ ഒരുപാട് മാസങ്ങളും 6-7 മാസം, നമുക്കറിയാം ഗൾഫ് യുദ്ധമൊക്കെ എത്ര മാസത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കരയുദ്ധത്തിന് അവിടെ പോയി ചാടാൻ എന്തായാലും അവർ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു സ്ട്രാറ്റജി ഇവിടെ ഈ വളരെ അതിശക്തമായ വ്യോമാക്രമണത്തിൽ കൂടെ ഇവിടെ ഇവരുടെ ഇപ്പോൾ ബാക്കിയുള്ള മുഴുവനും ഇൻഫ്രാസ്ട്രക്ചറും, പ്രത്യേകിച്ച് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും തകർക്കുക, മുഴുവനും തകർത്ത് ആ പരിപൂർണ ദുർബലമായി നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ അവിടുത്തെ പൊതുജനം തന്നെ നമുക്ക് കണ്ടാണ്. ഒരു 2-3 ആഴ്ച മുമ്പ്, ഒരു കഷ്ടിച്ചൊരു മാസമായി കാണും, അവിടെ ജനങ്ങൾ പൊറുതിമുട്ടി തെരുവിലിറങ്ങി, ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. അവസാനം എത്ര ഭീകരമായിട്ടാണ് ഭരണകൂടം അതിനെ അടിച്ചമർത്തിയതെന്ന് നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ ആ പൊതുജനം തന്നെ അവിടെ രാജ്യത്തൊരു ആഭ്യന്തര കലാപമുണ്ടായി ഈ ഭരണകൂടത്തിനെ തൂത്തെറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു റെജീം ചേഞ്ച് ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ സദാം ഹുസൈൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ ചെന്ന് ഈ മിലിറ്ററി അങ്ങോട്ട്, ആർമി അവിടേക്ക് ഇങ്ങോട്ട് ചെന്ന് ടെഹ്റാൻ പിടിച്ചടക്കി എല്ലാവരെയും തടവിലാക്കി പിന്നീട് അവിടെ ഒരു ഭാവഭരണകൂടം സ്ഥാപിക്കുന്ന ആ രീതി ആവാനല്ല ഇതാണെന്ന് തോന്നുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി. അതുതന്നെയാണ് കാണുന്നത്. ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവരുടെ ഒരു കാര്യമുണ്ട്, അതിന് സാധ്യതയുണ്ട്. നോക്കൂ, ഇപ്പോൾ അവർ ശരിയാണ് ആക്രമണം നടത്തുന്നുണ്ട്. അതായത് ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനൊരു കരുത്തുണ്ടല്ലോ, ആ ഒരു കരുത്താണ് ഇപ്പോൾ ഇറാൻ കാണിക്കുന്നത്. കയ്യിലുള്ള എല്ലായിടത്തും 4 പാട് വയ്ക്കുകയാണ്. അവരുടെ സൈനിക നേതൃത്വം പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു. അവരുടെ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടു. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ ഏതൊരു ഫോഴ്സിൻ്റെയും മൊറൈൽ എന്ന് പറയുന്ന സാധനം കുറയും, നഷ്ടപ്പെടും. അത് അങ്ങനെ മൊറൈൽ പോയ ഒരു ഫോഴ്സിനെ കൊണ്ട് ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാനാവില്ല. ഒരു ആർമിയുടെ, ഒരു സെക്യൂരിറ്റി ഫോഴ്സിന്, സുരക്ഷാ സേനയുടെ ഏറ്റവും വലിയ ആയുധം ടാങ്കും റോക്കറ്റും പീരങ്കിയൊന്നും അല്ല, അവരുടെ ആത്മവീര്യമാണ്, മൊറൈലാണ്. ആ മൊറൈൽ നഷ്ടപ്പെട്ട ഒരു സുരക്ഷാ സേനയ്ക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ ജനരോഷത്തിൻ്റെ മുമ്പിലും കൂടെ വരുമ്പോൾ പിടിച്ചു നിൽക്കാനാവില്ല. അതാണെന്ന് തോന്നുന്നു ഇവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതാണ് ആ അവസ്ഥയിലേക്കാണ് ഇറാനിലെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്നലെയും ഇന്നും ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്നത് ഇസ്രായേലി ആൾക്കാർക്ക് വേണ്ടിയല്ല, ഇറാനോടാണ്. ഇറാനിൽ ഇതാണ് ദ ബെസ്റ്റ് സമയം, നിങ്ങൾ പുറത്തിറങ്ങി ആയത്തുള്ള അലി ഖമനി റജനെ മാറ്റാൻ ഞങ്ങളെ സഹായിക്കൂ എന്ന് ആവർത്തിച്ച് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആ പ്ലാൻ പ്രകാരമായിരിക്കണം. അത് പക്ഷേ സാധ്യമാകുമോ എന്നറിയില്ല. കാര്യം ഈ പറഞ്ഞ ഫോക്സ് ന്യൂസ് പോലെയുള്ള ചില മാധ്യമങ്ങൾ ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകളുടെ ദൃശ്യമാണ് പുറത്തേക്ക് വിട്ടതെങ്കിൽ ഇന്ന് ഇറാൻ അവിടുത്തെ സിൻജാൻ പ്രവിശ്യയിൽ നേരത്തെ കണ്ട ഫ്രീഡം സ്ക്വയറിൽ ഇറാന്റെ തെരുവുകളിലുടനീളം ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന, വിലപിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രതികാരം ചെയ്യൂ എന്ന ആഹ്വാനത്തിൽ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് എത്രത്തോളം അവിടുത്തെ ആൾക്കാരെ കൊണ്ട് അവിടുത്തെ റെജീമിനെ അട്ടിമറിക്കാൻ കഴിയും എന്ന ഇസ്രായേലിന്റെ സ്വപ്നം സാധ്യമാകുമെന്നറിയില്ല. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ആ ഇറാനിയൻ ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഒരു മിനിറ്റ്. അതായത് ഇപ്പോൾ ഒരു കാര്യമുണ്ടായി, ഇപ്പോഴത്തെ എവിടുത്തെ ഈ ആൾക്കൂട്ടവും അവരുടെ പ്രതികരണവും നമ്മൾ കണക്കിൽ എടുക്കേണ്ടതില്ല. കാരണം ഈ ഭരണകൂടം വീണു അല്ലെങ്കിൽ വീഴും എന്നുറപ്പാകുന്ന ഒരു നിമിഷമുണ്ട്. ആ സമയത്തായിരിക്കും അവിടുത്തെ പൊതുജനങ്ങളുടെ യഥാർത്ഥ വികാരം പുറത്തു വരിക. പൊതുജനങ്ങളുടെ വികാരം നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഇല്ല ശ്രീ ഷാവു പ്രസാദ്, അവിടെ അതിശക്തമായ സമരങ്ങൾ നമ്മൾ കണ്ടിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. ആ സമരം ചെയ്തവർ അവിടെ തന്നെയുണ്ട്.
അവിടെ അവരുടെ നേതാവ് വീണെങ്കിൽ ആ സമരം ചെയ്ത ആൾക്കൂട്ടത്തിന് ഇപ്പൊ തെരുവിലിറങ്ങാം. അതാ പറയുന്നത്. അടിച്ചമർത്തി. പക്ഷെ പ്രതിഷേധക്കാർ അവിടെ ഉണ്ടല്ലോ. ആയത്തുള്ള അലി ഖമനി വീണു എന്നറിയുമ്പോഴെങ്കിലും ആ പ്രതിഷേധക്കാർ രംഗത്തിറങ്ങാലോ. ആ പ്രതിഷേധം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഖമനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ വിലപിച്ചുകൊണ്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ നിറയാണ് തെരുവുകളിൽ. അപ്പോൾ ആ പ്ലാൻ വർക്കൗട്ട് ആകുമെന്നാണ് നമുക്കറിയില്ല. കാര്യം ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോഴേക്കും ഏത് രാജ്യത്തിനുണ്ടാകുമ്പോഴും ഈ ദേശസ്നേഹം എന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ. അത് കയറി അങ്ങ് പിടിക്കും ഷാഹുപ്രസാദ്. രാജ്യം വല്ലാത്ത രീതിയിൽ ഉയർക്കും. രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ മറക്കും. അങ്ങനെ ഒരു പ്രശ്നം എല്ലാ രാജ്യത്തിനുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് അറ്റാക്ക് ഉണ്ടാവുമല്ലോ. നമ്മുടെ രാജ്യത്തിന് അറ്റാക്ക് ഉണ്ടാവുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ സകലമാന പ്രശ്നങ്ങളും മറന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കില്ലേ? ഭരണകൂടം പൂർണ്ണമായി വീഴുന്നത് ഭരണകൂടത്തിനൊപ്പം തന്നെയായിരുന്നു. ഇറാഖിലെ വേറെ കേസാണ്. ഇറങ്ങി കെട്ടിപ്പിടിക്കുന്നതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇറാഖിലെ വേറെ കേസാണ്. ഇറാഖും ഇറാനുമായി താരതമ്യമില്ല. ഇറാഖും ഇറാനുമായി താരതമ്യം. നമുക്ക് അടുത്ത തലത്തിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.